ഭഗവാന്റെ ആജ്ഞ കേട്ട് ബ്രഹ്മാവ് വിനീതനായി ശിരസ്സു നമിച്ചു. തൻ്റെ കടമയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും അഹംഭാവം, ഈഗോ ബാധിക്കാതെ ഈ മഹത്തായ കർമ്മം എങ്ങനെ പൂർത്തിയാക്കാം എന്ന സംശയം ബ്രഹ്മാവിനുണ്ടായി. ഇനി 39-ാം ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാനോട് നടത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് നോക്കാം. 39-ാം ശ്ലോകം ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന. സൃഷ്ടികർമ്മം നടത്തുമ്പോൾ തനിക്ക് ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങളെ നീക്കാൻ ബ്രഹ്മാവ് അപേക്ഷിക്കുന്ന ഭാഗമാണിത്. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ബ്രഹ്മോവാച യഥാ നമോഹം ഗച്ഛാമി സൃജം ജഗദീമിമാം തഥാ കുരു ജഗന്നാഥ ഭക്തവത്സല മാധവ. പദാനുപദ അർത്ഥം. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, യഥാ, എപ്രകാരമാണോ, ന മോഹം ഗച്ഛാമി, ഞാൻ മോഹത്തിൽ, അതായത് അഹംഭാവത്തിൽ, അജ്ഞാനത്തിൽ അകപ്പെടാതിരിക്കുന്നത്, സൃജൻ, സൃഷ്ടിക്കുമ്പോൾ, സൃഷ്ടി നടത്തുമ്പോൾ, ജഗതീമിമാം, ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ, തഥാ കുരു, അപ്രകാരം ചെയ്താലും അനുഗ്രഹിച്ചാലും, ജഗന്നാഥ, ഹേ ജഗന്നാഥ, ലോകനാഥ, ഭക്തവത്സല, ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനെ, മാധവ, ഹേ മാധവ. ഈ ശ്ലോകത്തിൻ്റെ സാരം, ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ജഗന്നാഥ, ഭക്തവത്സലനായ മാധവ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഇതെല്ലാം ഞാനാണ് സൃഷ്ടിക്കുന്നത് എന്ന അഹങ്കാരത്തിലോ മോഹത്തിലോ ഞാൻ അകപ്പെടാതിരിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ബ്രഹ്മാവിൻ്റെ ഈ പ്രാർത്ഥന ഓരോ കർമ്മയോഗിക്കും മാതൃകയാണ്. കർമ്മവും അഹങ്കാരവും. വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തു എന്ന അഹങ്കാരം വരുന്നത് സ്വാഭാവികമാണ്. ഈ അഹങ്കാരമാണ് മനുഷ്യനെ ബന്ധനത്തിലാക്കുന്നത്. ബ്രഹ്മാവ് ഇവിടെ ഭയപ്പെടുന്നത് ആ ബന്ധനത്തെയാണ്. നിമിത്തഭാവം, താൻ വെറുമൊരു ഉപകരണം, നിമിത്തം മാത്രമാണെന്നും യഥാർത്ഥ ശക്തി ഭഗവാനാണെന്നുമുള്ള ബോധം എപ്പോഴും ഉണ്ടാവണം. ഇതിനെയാണ് മോഹമില്ലാത്ത അവസ്ഥ എന്ന് വിളിക്കുന്നത്. ഭക്തവത്സലൻ, ഭഗവാനെ ഈ പേരിൽ വിളിക്കുന്നതിലൂടെ തൻ്റെ പരിമിതികൾ അറിയുന്ന ഭക്തനെ ഭഗവാൻ തീർച്ചയായും കാത്തു രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം ബ്രഹ്മാവ് പ്രകടിപ്പിക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, നീ നിന്റെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുമ്പോൾ ഈ ശ്ലോകം ഓർക്കുക. നിന്റെ കഴിവുകളെക്കുറിച്ച് നിനക്ക് അഭിമാനമാകാം, പക്ഷേ അത് അഹങ്കാരമായി മാറരുത്. എല്ലാം ഭഗവാന്റെ കൃപയാണ് എന്ന് കരുതുന്നവനെ മോഹം ബാധിക്കില്ല. ബ്രഹ്മാവ് ചോദിച്ചതുപോലെ നിനക്കും നിന്റെ കർമ്മങ്ങളിൽ ഈ പവിത്രത കാത്തുസൂക്ഷിക്കാൻ കഴിയട്ടെ. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ വീണ്ടും മറുപടി നൽകുന്നു. ഇനി 40-ാം ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് നൽകുന്ന ഉറപ്പും ആത്മീയമായ ആയുധവും എന്താണെന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.